നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ സെഗ്മെൻ്റാകുന്നു. നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് 1201 തുലാമാസം 10-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 27-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളത്തെ ദിനത്തിന് വളരെയധികം വലിയ പ്രത്യേകതയുണ്ട്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. നാളെ സുബ്രഹ്മണ്യൻ്റെ സ്കന്ദഷഷ്ഠി ദിനമാണ്. അപ്രകാരം തന്നെ നാളെ പിതൃക്കളെ ഏറ്റവും സന്തോഷിപ്പിക്കേണ്ടുന്ന തുലാമാസം 10 ആകുന്നു. നാം ഏറ്റവും അധികം പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന 3 മാസങ്ങളാണ് വർഷത്തിൽ. ഒന്ന് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, മറ്റൊന്ന് തുലാമാസത്തിലെ കറുത്ത വാവ്, പിന്നെ അപ്രകാരം ശിവരാത്രിയോടനുബന്ധിച്ചുള്ള കുംഭമാസത്തിലെ കറുത്ത വാവ് അമാവാസി. ഇതൊക്കെയാണ് നാം പിതൃകർമ്മം ചെയ്യുന്ന മഹത്തായ ദിനങ്ങൾ. പ്രേതങ്ങൾ സന്തുഷ്ടമായ എല്ലാ സൗഭാഗ്യങ്ങളും അനന്തര തലമുറക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. തുലാം 10-ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് ബലിയിടാം. തുലാമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു എങ്കിലും തുലാ 10 പിതൃക്കൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിനമായാൽ നിങ്ങൾക്ക് കാലത്ത് തന്നെ ശ്രാദ്ധാദി കർമ്മങ്ങൾ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യാം. വടക്കൻ മലബാറിൽ ഉത്സവങ്ങളുടെ ആരംഭവും തുലാമാസത്തോടുകൂടി സമാഗതമാവുകയാണ്. ഇനി അങ്ങോട്ട് വടക്കൻ മലബാറിൽ ഉത്സവങ്ങളുടെ ദിനമാണ്. തുലാം 10-നാണ് സമാഗതമാവുക എന്നറിയുക. വൈകിട്ടാണ് പിതൃക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നാം സമർപ്പിക്കുന്നത്, അല്ലേ? അവിടെ പിതൃക്കൾക്ക് നാം അപ്പം, പഴം, പായസം, പ്രത്യേകിച്ച് ഈന്തുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം തന്നെ പിതൃക്കൾക്ക് നാം സമർപ്പിക്കാറുണ്ട്. അതിലൂടെ പിതൃക്കളുടെ പൂർണ്ണമായ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ ലഭിക്കും. പ്രേതങ്ങൾ സന്തുഷ്ടരായാൽ എന്താണ് ചെയ്യുക? പ്രീതാപ്രേതാസ്തു അമീബിർ വിദദതി സകലാഹ സമ്പദ സന്തതി. എല്ലാ സമ്പത്തും സന്താനങ്ങൾക്ക് കൊടുക്കും. അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനൊക്കെ തന്നെ ഈ പിതൃക്കളുടെ വാർഷികമായ ആചരണങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നാം കാണണം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ കാലത്തുള്ള നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. നാളത്തെ നക്ഷത്രം അത്ര ശുഭമുള്ള നക്ഷത്രമല്ല. നാളെ കാലത്ത് ബലമുള്ള മൂലം നക്ഷത്രമാണ് 1:45 മണി വരെ ഉച്ചയ്ക്ക്. അതിനുശേഷം കരിമ്പൂരാടമാണ്. അതിനാൽ കാലത്തെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പപ്രീതിക്കണം, സർപ്പക്ഷേത്രത്തിൽ പോകണം, ആയില്യപൂജ, സർപ്പബലി ഒക്കെ തന്നെ വഴിപാടായി സമർപ്പിക്കണം, നാഗപ്രീതി വരുത്തണം. അതുമാത്രമല്ല, നാം വിശേഷിച്ച് മൂലം നക്ഷത്രം വരുന്നു, ഷഷ്ടി തിഥി വരുന്നു. ഇതൊക്കെ തന്നെ വളരെയധികം ഗുണകരമാവും നിങ്ങൾക്ക്. നാഗപ്രീതിയും ആ സർപ്പാരാധന വിഷയവും സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട സ്കന്ദഷഷ്ഠി വ്രതമൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് നാളെ എന്നറിയുക. നാളെ സർപ്പക്ഷേത്രത്തിലാണ് ഷഷ്ടിവ്രതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ ഉണ്ടാവുക. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ നല്ല വൃത്തിയാക്കി കാലത്ത് തന്നെ കുളിച്ച് ശുദ്ധി വരുത്തി, ദേഹശുദ്ധി വരുത്തി സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട കടും പായസം അതൊക്കെ ഇലയിൽ മൂടി വെച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയുടെ അടുത്ത് വെച്ച് ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം സൗഭാഗ്യങ്ങളെ സുബ്രഹ്മണ്യൻ തരുന്നതാണ്. അതിനാൽ മൂലം നക്ഷത്രം, സർപ്പവിഷയം, സുബ്രഹ്മണ്യ വിഷയം, അതിനു പുറമെ പിതൃക്കളുടെ വിഷയം, ഇതൊക്കെ കൊണ്ട് ധന്യമാകട്ടെ നാളത്തെ ദിനം. നാളെ ഉച്ചയ്ക്ക് 1:45 കഴിഞ്ഞാൽ പിന്നെ വരുന്ന നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. അത്ര നല്ല നക്ഷത്രമല്ല. സാധാരണ പൂരാട നക്ഷത്രം കിണർ കുഴിപ്പാനൊക്കെ നാം ഉപയോഗിക്കുന്നൊരു നക്ഷത്രമാകുന്നു. അപ്രകാരം ശത്രുക്കളെ നശിപ്പിക്കാൻ, ശത്രുക്കളുടെ മാരണത്തിനായി ഉപയോഗിക്കും നാം പൂരാട നക്ഷത്രം എന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വസ്ഥമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.